ഈ ഒരു കഥ ഇങ്ങനൊരു കാട്ടിലെയാണ്. അവിടുത്തെ സിംഹരാജാവ് അവിടുത്തെ മൃഗങ്ങളെ കാത്തു രക്ഷിക്കുന്നതിന് പകരം സ്വന്തം കാട്ടിലെ മൃഗങ്ങളെ കൊന്നു തിന്നുമായിരുന്നു. ഈയിടയ്ക്ക് അവന് വേട്ടയാടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രായമേറിയത് കൊണ്ടും അസുഖവും കാരണം എനിക്കിപ്പോൾ വേട്ടയാടാൻ കഴിയുന്നില്ല. ഇനി കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് വേട്ടയാടിയേ മതിയാവൂ. അപ്പോ ഒരു മുയലിനെ കണ്ട് സിംഹരാജാവ് പറയും, അല്ല മുയലേ, നീ ചോക്ലേറ്റ് കഴിക്കുന്നോ? അയ്യോ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലില്ല. ഞാൻ നിന്റെ അച്ഛന്റെ സുഹൃത്താണ്. അങ്ങന്റെ അച്ഛന്റെ സുഹൃത്താണോ അങ്കിൾ? അതെ, ഞങ്ങൾ രണ്ടും വളരെ അടുത്ത സുഹൃത്തുക്കളാ. അങ്കിൾ, അങ്ങന്റെ അച്ഛനെ എത്ര ദിവസം മുമ്പാണ് കണ്ടത്? ഇന്നുകൂടി കണ്ടതേ ഉള്ളൂ ഞങ്ങള്. മാത്രമല്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്കിളെ, ഇന്ന് രാവിലെ കണ്ടെന്നാണോ അങ്കിള് പറയുന്നത്? എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് 10 വർഷം കഴിഞ്ഞല്ലോ. അപ്പോ നീ നമ്മുടെ ഗിരിധരന്റെ മകനല്ലേ? അങ്കിളെ, എനിക്കറിയാം അങ്കിള് നുണയൊക്കെ പറഞ്ഞ് എന്നെ അങ്കിളിന്റെ അടുത്തേക്ക് വിളിച്ചെന്നെ വേട്ടയാടാനാ ശ്രമമെന്ന്. പക്ഷേ ഞാൻ അങ്കിളിന്റെ അടുത്തേക്ക് ഒരിക്കലും വരില്ലല്ലോ. ഇത്രയും പറഞ്ഞ് മുയൽ അവിടെന്ന് ഓടിപ്പോകും. അസുഖം വന്നതിന് ശേഷം ഒരു കൊച്ചു മുയലിനെ പോലും കൊല്ലാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയാൽ എന്തായാലും ഞാൻ പട്ടിണി കിടന്ന് ചാവും. വയ്യാതിരിക്കുന്ന സിംഹരാജാവ് അസുഖം ഒന്ന് മാറ്റാനായി ഡോക്ടറിനെ വിളിപ്പിക്കും. മഹാരാജൻ, അങ്ങയുടെ അസുഖം പെട്ടെന്ന് മാറണമെങ്കിൽ ഒരു കാര്യം ചെയ്തേ പറ്റൂ. എന്ത് കാര്യം? പെട്ടെന്ന് പറയൂ. ഇന്ന് വരെ അങ്ങ് ദിവസവും വ്യത്യസ്ത തരം ജീവികളല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നു മുതൽ അങ്ങ് ദിവസവും ഒരു ജീവിയുടെ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. എന്നുവെച്ചാൽ അതിനർത്ഥം അങ്ങ് രാവിലെ ഏത് ജീവിയാണോ ഭക്ഷിക്കുന്നത് അതേ ജീവിയെ തന്നെ രാത്രിയിലും ഭക്ഷിക്കണമെന്ന്. എന്നാൽ അടുത്ത ദിവസം എനിക്ക് മറ്റൊരു ഇനത്തിൽപ്പെട്ട ജീവിയെ ഭക്ഷണം കഴിക്കാമല്ലോ അല്ലേ? അതെ, എന്നാൽ ആ ദിവസം ആ ജീവിയെ മാത്രമേ ഭക്ഷിക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ അങ്ങയുടെ അസുഖം ഭേദമാവുന്നതാണ്. ഇത്രയും പറഞ്ഞ് ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. സിംഹരാജാവ് നോക്കുമ്പോ ആ വഴി ഒരു മാൻ നടന്നു പോകുന്നു. ഇന്ന് ഈ മാനിനെ കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും. അതിനെ ഒന്ന് വിളിച്ച് സിംഹരാജാവ് പറയും, അതേ പെൺമാനെ, ഒന്നിങ്ങോട്ട് വരുമോ? അതെ, നിന്നെക്കൊണ്ട് എനിക്ക് ചെറിയൊരു കാര്യമുണ്ട്. സിംഹരാജാവേ, ഞാൻ നിന്റെ കുഴിയിൽ വീഴാൻ പോകുന്നില്ല. എനിക്കറിയാലോ, മൃഗങ്ങളെയൊക്കെ ഇതുപോലെ വിളിപ്പിച്ച് ഭക്ഷിക്കാനുള്ള പരിപാടിയല്ലേ. മാൻ പോലും സിംഹരാജാവിന്റെ കുരുക്കിൽ വീണില്ല. ഇതൊക്കെ കണ്ട് സിംഹരാജാവ് ആലോചിച്ചു, എനിക്കിനി ഒരു ജീവിയെയും കിട്ടില്ലേ? എന്ത് ചെയ്യുന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പോഴാണ് സിംഹരാജാവ് ബുദ്ധിയുള്ള കുറുക്കനെ ആലോചിക്കുന്നത്. കുറുക്കനെ അവൻ വിളിപ്പിക്കും. പറഞ്ഞോളൂ മഹാരാജൻ, എന്നെ എന്തിനാ വിളിച്ചത്? ചെന്നായേ, ഇപ്പൊ എനിക്ക് വയസ്സായി. മറ്റാരെങ്കിലും രാജാവായി വാഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിനക്ക് ഈ കാട്ടിലെ രാജാവാകാൻ ആഗ്രഹമുണ്ടോ? സിംഹരാജാവ് ഇത് പറഞ്ഞത് കേട്ട് കുറുക്കൻ ആകപ്പാടെ ഞെട്ടിപ്പോയി. തീർച്ചയായും. ഒരവസരം കിട്ടിയാൽ ഈ കാട് ഭരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഒരു പരീക്ഷ എനിക്ക് നടത്തേണ്ടതുണ്ട്. പരീക്ഷയോ? എന്ത് പരീക്ഷ മഹാരാജൻ? വരുന്ന കുറച്ച് ദിവസത്തേക്ക് നീ എനിക്ക് ദിവസവും 3 ജീവികളെ കൊണ്ടുവന്ന് തരണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ആ 3 മൃഗങ്ങളും ഒരിനത്തിൽപ്പെട്ടതായിരിക്കണം. സിംഹാസനം കയ്യിലാക്കാൻ വേണ്ടി എന്ത് സിംഹരാജാവ് പറഞ്ഞാലും അവൻ കേൾക്കും. കുറുക്കൻ ഒരു വഴി പോവുകയായിരുന്നു. അപ്പോഴാണ് 3 പശുക്കളെ അവൻ കാണുന്നത്. കസേരയ്ക്ക് വേണ്ടി നേതാക്കളെല്ലാം ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. അതുകൊണ്ട് ഞാനും ചില കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഈ പശുക്കളെ സിംഹരാജന്റെ അടുത്തെത്തിക്കും. അതിലെന്താ തെറ്റുള്ളത്? എന്തായാലും കസേര കിട്ടാൻ പോകുന്നത് എനിക്കല്ലേ. 3 പശുവിന്റെ അടുത്ത് കുറുക്കൻ ചെന്ന് പറയും, അതെ പശു സഹോദരിമാരെ, ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യമുള്ള ദിവസാ. അറിയോ, നിങ്ങളെ 3 പേരെ ഇന്ന് സിംഹരാജൻ വിളിച്ചിരിക്കുകയാണ്. സിംഹരാജാവ് ഞങ്ങളെ വിളിച്ചെന്നോ? എന്തിനാ? കാരണം നിങ്ങളിൽ ഒരാളെ അദ്ദേഹം മന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത്? നീ സത്യമാണോ പറയുന്നത്? അമ്മയാണ് സത്യം. ഞാൻ എന്തിനു നിങ്ങളോട് കള്ളം പറയണം? കുറുക്കൻ പറഞ്ഞത് കേട്ട് 3 പേരും വിശ്വസിച്ചു. അല്ല, രാജാവിനെ കാണാൻ ഞങ്ങൾ എപ്പോഴാ വരേണ്ടത്? 3 പേരും വെവ്വേറെ സമയങ്ങളിൽ പോയാ മതി. ആദ്യത്തെ ആള് രാവിലെ, രണ്ടാമത്തെ ആള് ഉച്ചയ്ക്ക്, പിന്നെ 3-ാമത്തെ ആള് വൈകുന്നേരം പോയാ മതി. 3 പേരും ആക്രാന്തം മൂത്ത് മന്ത്രിസ്ഥാനം കിട്ടാനായി ഓരോ സമയത്തിലും സിംഹരാജാവിന്റെ അടുത്തേക്ക് പോകും. സിംഹരാജാവ് ഓരോ സമയമാവുമ്പോൾ അതിനെ ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ കുറുക്കൻ ഓരോ ദിവസവും ഓരോ മൃഗങ്ങളെയും പൊട്ടന്മാരാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. സിംഹരാജാവ് എന്നത്തെ പോലെ അത് ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി.
ഒരു ദിവസം 3 ആട് ഇലകൾ തിന്നുകയായിരുന്നു. ഇന്നെന്തായാലും ഈ 3 ആടുകളെ ടാർഗറ്റ് ചെയ്തേക്കാം. 3 ആടുകളുടെ അടുത്ത് ചെന്ന് കുറുക്കൻ പറയും, നിങ്ങളാ 3 ആടുകളല്ലേ? സിംഹരാജൻ എല്ലാ ദിവസവും സ്തുതിക്കുന്നത് നിങ്ങളെയല്ലേ? എന്ത്? ഞങ്ങളെ 3 പേരെയും കുറിച്ച് സ്തുതിച്ച് പറയുന്നോ? സ്തുതിക്കുന്നത് മാത്രമല്ല, പിന്നെ നിങ്ങളിൽ ഒരാളെ മന്ത്രിയാക്കാനും അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. നീ പറയുന്നത് സത്യമാണോ? അമ്മയാണ് സത്യം. ഞാൻ എന്തിനു നിങ്ങളോട് കള്ളം പറയണം? അതല്ല, സിംഹരാജാവിനെ കാണാൻ എപ്പോഴാ പോകേണ്ടത്? 3 പേരും വെവ്വേറെ സമയങ്ങളിൽ പോയാൽ മതി. ഒരാള് രാവിലെ, രണ്ടാമത്തെ ആള് ഉച്ചയ്ക്ക്, മൂന്നാമത്തെ ആള് വൈകുന്നേരം പോയാൽ മതി. ശരി, അപ്പൊ നാളെ രാവിലെ ആദ്യം ഞാൻ പോവാം. ഉച്ചയ്ക്ക് ഞാൻ പോയിക്കോളാം കേട്ടാ. വൈകിട്ടാകുമ്പോ ഞാൻ പോയിക്കോളാം. 3 വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഒന്നിനും അറിയില്ല, ഇന്ന് 3ന്റെയും കാര്യത്തിൽ തീരുമാനമാവുന്നു. കുറുക്കന് സന്തോഷമായി. എന്നിട്ട് അവിടെ നിന്ന് പോകും. എന്റെ റാണി, ഈ കുറുക്കൻ നമ്മളെ പൊട്ടിമാരായിട്ടാണോ കാണുന്നത്? അവൻ വിചാരിച്ചേക്കണ നമ്മൾ അവന്റെ വലയിൽ വീണെന്ന്. പക്ഷെ അവനറിയില്ലല്ലോ നമ്മൾ അവനേക്കാളും കൂർമ്മ ബുദ്ധിയുള്ളവരാന്ന്. മഹാരാജൻ, ഇന്ന് അങ്ങേക്കായി ഒരു സന്തോഷവാർത്തയുണ്ട്. സന്തോഷവാർത്തയോ? പെട്ടെന്ന് പറ. മഹാരാജൻ, ഇതുവരെ അങ്ങേക്ക് കനത്ത മാംസമാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് അങ്ങേക്ക് ഞാൻ വ്യത്യസ്തമായ മാംസമാണ് തരാൻ പോകുന്നത്. വ്യത്യസ്ത മാംസമോ? അതെ, ഇന്ന് ഞാൻ അങ്ങേക്കായി ആടിനെയാണ് തരാൻ പോകുന്നത്. കൊള്ളാം. ആടിനെ തിന്നു കഴിഞ്ഞാൽ എൻ്റെ അസുഖം പെട്ടെന്ന് മാറും. എല്ലാം ശരിയായി കഴിഞ്ഞാൽ എന്നെ മന്ത്രിയാക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. പിന്നെ തീർച്ചയായും. അടുത്ത ദിവസം രാവിലെ റാണി സിംഹരാജാവിന്റെ അടുത്തേക്ക് വരും. മഹാരാജാവ് നീലാൽ വാഴട്ടെ. മഹാരാജാവേ, കുറുക്കൻ പറഞ്ഞത് എന്നെ മന്ത്രിയാക്കുമെന്നാണല്ലോ. അതെ, എൻ്റെ അടുത്തേക്ക് വരൂ. ഞാൻ നിന്നെ ആലിംഗനത്തോടെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നല്ല ബുദ്ധിയുള്ള ആട് അപ്പൊ ബുദ്ധിയോടെ പറയും, മഹാരാജാവേ, കുറുക്കൻ കള്ളം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഇവിടെ മന്ത്രിയാക്കാനൊന്നും അല്ല വിട്ടത്, എന്നെ നിങ്ങൾക്ക് ഭക്ഷിക്കാനല്ലേ വിട്ടത്. ആട് പറഞ്ഞത് കേട്ട് സിംഹരാജാവ് ഞെട്ടിപ്പോയി. മഹാരാജാവേ, അങ്ങേക്ക് എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊന്നോളൂ. പക്ഷെ എന്നെ കൊന്നാൽ നിങ്ങളുടെ ജീവന് അപകടമായിരിക്കും. എന്റെ ജീവൻ അപകടത്തിലാവുന്നു? അതെങ്ങനെ? അതെന്താന്ന് വെച്ചാ എനിക്ക് വലിയൊരു രോഗം പിടിവിട്ടു. ഇനി നിങ്ങൾ എന്നെ ഭക്ഷിക്കുകയാണെങ്കിൽ ആ അസുഖം നിങ്ങൾക്കും കൂടെ പകരും. റാണിയാട് പറഞ്ഞത് കേട്ട് സിംഹരാജാവ് പേടിച്ചു പോകും. എനിക്ക് അസുഖം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ വേഗം പോകൂ ആടെ. ആട് പോകുന്നതിന് മുൻപ് സിംഹരാജാവിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് പോകും. രാജാവേ, നിങ്ങളുടെ ഈ അസുഖത്തിന്റെ പോം വഴി എന്റേലുണ്ട്. പക്ഷെ അതിനുള്ള പോം വഴി ഞാൻ നിങ്ങളുടെ അടുത്ത് നാളെ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് റാണി ആട് അവിടെ നിന്ന് തിരിച്ചു പോകും. ഉച്ച സമയത്ത് പ്യാരി ആട് അവന്റെ അടുത്തേക്ക് എത്തും. മഹാരാജാവ് നീനാ വാഴട്ടെ. പറയൂ രാജാവേ, എന്ത് സേവയാണ് ഞാൻ ചെയ്യേണ്ടത്? അല്ല, നിനക്കും അറിയുമോ ഞാൻ നിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന്? അതെ മഹാരാജാവേ, എന്നെ കൊന്നിട്ട് ഭക്ഷിക്കാനല്ലേ പോകുന്നത്. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, കാരണം എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് പറ്റില്ല. ഞാൻ നിന്നെ കൊല്ലില്ലെന്നോ? എന്തുകൊണ്ട്? അതെന്റെ ജാതകത്തിൽ എഴുതിയതാ. ആരാണോ എന്നെ കൊല്ലുന്നത്, എന്റെ ജാതക പ്രകാരം ആയാള് തന്നെ മരിച്ചു പോകും. ഇത് കേട്ടതോടെ സിംഹരാജാവ് ഒന്നുകൂടെ പേടിച്ചു. എന്ത്, നീ ശപിക്കപ്പെട്ട ആടാണെന്നോ? അതെ. ഞാൻ നിന്നെ കൊല്ലില്ല. നിനക്ക് ഇവിടെ നിന്ന് പോവാം. നന്ദിയുണ്ട് രാജാവേ. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്യാരി ആട് അവിടെ നിന്ന് പോകാൻ നോക്കും. പോകുന്ന വഴി തന്നെ പ്യാരി ആടും അത് തന്നെ പറയും. മഹാരാജാവേ, നിങ്ങളുടെ അസുഖത്തിനുള്ള പോകും വഴി എന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ പോകും വഴി ഞാൻ നിങ്ങളോട് നാളെ പറയാം. രണ്ടാടും ഇത് തന്നെയാണല്ലോ പോകുമ്പോ പറഞ്ഞെന്ന് ആലോചിച്ച് ചിന്തയിലായി രാജാവ്. രണ്ടാടുകളും പോകുന്ന വഴിക്ക് ഒരേ കാര്യം തന്നെ പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? രാത്രി സമയമാകുമ്പോ ദുലാരി ആടും സിംഹരാജാവിന്റെ അടുത്ത് വന്ന് പറയും, മഹാരാജാവേ, എന്നെ പെട്ടെന്ന് തന്നെ തിന്നുവോ? തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. ആട് പെട്ടെന്ന് തിന്നോളാൻ പറഞ്ഞപ്പോ സിംഹരാജാവ് ആ കാര്യം ആലോചിച്ചൊന്ന് ചിന്തയിലായി. സാധാരണ ആളുകൾ ജീവന് വേണ്ടി യാചിക്കുന്നു, എന്നാൽ ഈ ആട് മരിക്കാൻ വേണ്ടിയാണല്ലോ ആഗ്രഹിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? മഹാരാജാവേ, എന്നോട് ഇത്തിരി അലിവ് കാണിക്കണേ. പെട്ടെന്ന് എന്നെ അങ്ങ് തിന്നു കളയാമോ? പെട്ടെന്ന് എന്നെ കൊന്നു തിന്നാമോ ഒന്ന്? അല്ല ആടെ, നീ മരിക്കാനായി ധൃതി പിടിക്കുന്നത് എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? മഹാരാജാവേ, എന്നോടൊരു യോഗി പറഞ്ഞിരുന്നു, ഈ ജന്മത്തിൽ ആരാണോ എന്നെ കൊല്ലുന്നത്, അടുത്ത ജന്മത്തിൽ കൊന്ന ആളുടെ അവതാരമെടുത്ത് ഞാൻ വരുമെന്ന്. അതിനർത്ഥം അടുത്ത ജന്മത്തിൽ നീ സിംഹമാവുമെന്നാണോ? അതെ, അതുപോലെ എന്നെ കൊല്ലുന്ന ആള് എന്റെ രൂപം ധരിക്കുമെന്ന്.
ഞാൻ ആടാവുമെന്നല്ല അതിന്റെ അർത്ഥം. അതെ മഹാരാജാവേ. എങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലില്ല. കാരണം അടുത്ത ജന്മത്തിൽ ഞാൻ ആടാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാ പിന്നെ ഞാനങ്ങ് പോകട്ടെ. അതെ, പൊക്കോ. ഇപ്രാവശ്യവും ദുലാരി ആട് പോകുന്ന വഴി അതേ കാര്യം തന്നെ പറഞ്ഞിട്ട് പോകും. മഹാരാജാവേ, നിങ്ങളുടെ അസുഖത്തിനുള്ള പോകും വഴി എന്റെ കയ്യിലുണ്ട്. ആ പോകും വഴി ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞു തരാം. ഈ ആടും പോകുന്ന വഴിക്ക് ഒരേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? അടുത്ത ദിവസം രാവിലെ സിംഹരാജാവ് ആ 3 ആടിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോ 3 ആടും അവിടെ വരും. ഞാൻ നിങ്ങളെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. പറയൂ ആടുകളെ, ആരുടെ മരുന്നാണ് എന്റെ അസുഖം മാറ്റാൻ പോകുന്നത്? മഹാരാജാവേ, നിങ്ങളുടെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറുക്കന്റെ മാംസം തിന്നണം, ആടിന്റെ അല്ല. അതേ മഹാരാജാവേ, കുറുക്കന്റെ മാംസം തിന്നാൽ നിങ്ങൾ പഴയതുപടി ആരോഗ്യമുള്ളവനാവും. അതല്ല, കുറുക്കന്റെ മാംസം നിങ്ങൾ തിന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തോട്ട് പോകാൻ പറ്റും. ഇല്ല, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്ന് തന്നെ കുറുക്കന്റെ മാംസം ഭക്ഷിക്കുന്നതാണ്. ആ, അങ്ങനെയാണെങ്കിൽ രാജാവേ, ഞങ്ങൾ പോട്ടെ. 3 ആടുകളും സിംഹരാജാവിന്റെ വേട്ടയാവുന്നതിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകും. എന്നാൽ കുറുക്കനെ അവിടെ ബലി കൊടുക്കുകയും ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞ് സിംഹരാജാവിന് ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോ ഈ 3 ആടുകളെ മന്ത്രിയാക്കുകയും ചെയ്തു. ചമേലി തന്റെ വയ്യാത്ത ഭർത്താവിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ഭർത്താവിന് എങ്ങനെ ഇപ്പോൾ ഈ അസുഖം പിടിപെട്ടു? എനിക്കറിയില്ല ഞാൻ ഇദ്ദേഹത്തെ എങ്ങനെ ശരിപ്പെടുത്തുമെന്ന്. വിഷമിക്കണ്ട ചമേലി, എന്നെ കുറിച്ച് നീ ഇത്രക്കൊന്നും ചിന്തിക്കണ്ട. എങ്ങനെ ഞാൻ ചിന്തിക്കാതെ ഇരിക്കും? താങ്കൾക്ക് ദിവസവും മരുന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകില്ലേ? മരണം ഒരിക്കലല്ലേ വരൂ. എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ ദിവസവും മരിച്ചു കാണുകയല്ലേ. ഭർത്താവിനെ നോക്കുന്നതിൽ എനിക്ക് വിഷമമില്ല, അതെന്റെ കടമയാണ്. നീ എന്ത് കരുതലുള്ളവളാണ്. ശരി, നിങ്ങൾ വിശ്രമിക്കൂ, ഞാൻ ജോലിക്ക് പോകട്ടെ. ചമേലി ഒരു കർഷകന്റെ നിലത്താണ് ജോലി ചെയ്തത്. അവൾ ദിവസം മുഴുവൻ ഒരുപാട് അധ്വാനിച്ച് പൈസയുണ്ടാക്കി തന്റെ ഭർത്താവിനെ നോക്കാൻ വേണ്ടി. മുതലാളി, എനിക്ക് ഭർത്താവിന് മരുന്ന് വാങ്ങാൻ പോകണം. ഞാനിന്ന് കുറച്ച് നേരത്തെ പൊയ്ക്കോട്ടെ? ശരി ചമേലി, ഇതാ ഇന്നത്തെ നിന്റെ ശമ്പളം. മുതലാളി ശമ്പളം വെച്ച ഒരു ബോട്ടിൽ ചമേലിക്ക് കൊടുത്തു. ചമേലി ആ ബോട്ടിൽ കരടിക്ക് കൊടുക്കും. അപ്പോൾ കരടിയും ഔഷധങ്ങളൊക്കെ ഉണ്ടാക്കി ചമേലിക്ക് കൊടുക്കുമായിരുന്നു. ഇതാ മരുന്ന്, നിന്റെ ഭർത്താവിന് കൊണ്ട് കൊടുക്ക്. നന്ദി കരടി ചേട്ടാ. ചമേലി മരുന്നും കൊണ്ട് ഭർത്താവിന്റെ അടുത്തേക്ക് പോയി. ഇതാ മരുന്ന്, നിങ്ങൾ കഴിച്ചോളൂ. ചമേലി എപ്പോൾ ബോലുവിന് മരുന്ന് കൊടുത്തോ അപ്പോൾ ആ വീട്ടിൽ എന്തൊക്കെയോ മരത്തിന്റെ ചില്ലകൾ അവൾ കണ്ടു. നോക്കൂ, ഈ ഭക്ഷണം ആരാ കൊണ്ടുവന്നത്? ഞാനാ കൊണ്ടുവന്നത്. എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എന്തിനാ പുറത്തേക്ക് പോയത്? അയ്യോ, നീ ദിവസവും പാടത്ത് നന്നായി പണിയെടുക്കുന്നില്ലേ? ഞാൻ ഇത്രയ്ക്കെങ്കിലും നിന്നെ സഹായിക്കണ്ടേ? നിങ്ങൾക്കിപ്പോൾ വയ്യല്ലോ. നിങ്ങൾക്ക് എപ്പോൾ ശരിയാകുന്നോ അപ്പോൾ വന്ന് സഹായിക്കൂ. ചമേലി തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാനായി ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു ദിവസം മരുന്ന് വാങ്ങാനായി അവൾ കരടിയുടെ അടുത്തേക്ക് പോയി. ഇതാ കരടി ചേട്ടാ, എന്റെ ശമ്പളം. വേഗം എനിക്ക് മരുന്നുണ്ടാക്കി തരൂ. എന്നോട് ക്ഷമിക്കൂ ചമേലി, ഇന്ന് നിനക്ക് മരുന്നുണ്ടാക്കി തരാൻ പറ്റില്ല. അതെന്താ കരടി ചേട്ടാ? കാരണം എന്റെ കയ്യിൽ ആ ഔഷധ ചെടിയില്ല, നിന്റെ ഭർത്താവിന് മരുന്നുണ്ടാക്കി തരുന്ന ചെടി. എന്നാൽ നിങ്ങൾക്കറിയില്ലേ, അദ്ദേഹത്തിന് ഇപ്പോൾ മരുന്ന് കിട്ടിയില്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. എന്നിട്ടും നിങ്ങൾ എന്താണ് ഔഷധം വെക്കാത്തത്? ദിവസവും ആ ഔഷധ ചെടി കൊണ്ടുവരുന്നവനെ ഏതോ ക്രൂരന്മാരായ മൃഗങ്ങൾ കൊന്നു. അയ്യോ, അപ്പോൾ ഇനി എന്ത് ചെയ്യും? എനിക്ക് മരുന്ന് ഉറപ്പായും കൊണ്ടുപോയേ പറ്റൂ. ക്ഷമിക്കൂ പെങ്ങളെ, ഈ സമയം ആ ക്രൂരന്മാരുടെ അടുത്തേക്ക് പോകാൻ ആരും തയ്യാറല്ല. ഇതെല്ലാം കേട്ട് മനം നൊന്ത് ചമേലി തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇന്നെന്റെ ഭർത്താവിന് മരുന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന്. മരുന്നിനെക്കുറിച്ച് ചിന്തിച്ച് ചമേലി തന്റെ വീട്ടിലേക്ക് വന്നു. അവളുടെ സങ്കടം കണ്ട് ബോല ചോദിച്ചു, എന്തു പറ്റി ചമേലി? നീ എന്താ ഇത്രയും വിഷമിച്ച്? ചമേലി ബോലയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ ക്രൂര മൃഗങ്ങളെ പേടിച്ച് അങ്ങോട്ടേക്ക് പോകാൻ ആരും തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാ, ഔഷധമെടുക്കാൻ ഞാൻ തന്നെ പോയാലോ എന്ന്. വേണ്ട ചമേലി, എന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി നീ മരണം തേടി പോകണ്ട. എനിക്ക് പോയേ പറ്റൂ. ഞാൻ നിങ്ങളെ ഇങ്ങനെ മരിക്കാൻ അനുവദിക്കില്ല. പക്ഷേ നിനക്കെന്തെങ്കിലും പറ്റിയാൽ? അയ്യോ, നിങ്ങളതോർത്ത് വിഷമിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. ചമേലി തന്റെ ഔഷധം കണ്ടെത്താനായി ക്രൂരമൃഗങ്ങളുടെ കാട്ടിലേക്ക് പോയി. ദൈവമേ,
ഈ സ്ഥലം എത്ര ഭയപ്പെടുത്തുന്നതാ. അപ്പോൾ ചമേലിക്ക് മുൻപായി ഒരുപാട് ഔഷധ ചെടികൾ അവൾ കണ്ടു. എന്നാൽ അവിടെ ആ ക്രൂര മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ഔഷധ ചെടിയുടെ അടുത്ത് ആ മൃഗങ്ങൾ ഉണ്ടല്ലോ. എന്തു ചെയ്യും? എങ്ങനെ ഔഷധ ചെടി ഒന്ന് കൊണ്ടുപോകും? കുറച്ചു സമയം ചമേലി ചിന്തിച്ചുകൊണ്ടേ നിന്നു. പെട്ടെന്ന് അവിടെ ഒരു വലിയ പരുന്ത് പറന്ന് ചമേലിയുടെ അടുത്ത് നിന്നു. കുറേ നാളായി ആടിനെ തിന്നിട്ട് ഇന്ന് തിന്നാൻ കിട്ടി. ഇതുകേട്ട് ചമേലി പേടിച്ചു നിന്നു. ദൈവമേ, ഈ പരുന്ത് എവിടെ നിന്നാണ് വന്നത്? നിന്നെ ഞാൻ ഇന്ന് പിച്ചി ചീന്തി തിന്നിമടിയാടേ. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എന്റെ ബോലെ ആര് നോക്കും? മരണം മുൻപിൽ കണ്ട ചമേലി തന്റെ ബുദ്ധി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. നിനക്ക് തെറ്റുപറ്റിപ്പോയി പരുന്തേ. നിനക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല. ഞാൻ നിന്നെ വളരെ എളുപ്പത്തിൽ കൊല്ലും. കാരണം ഞാൻ ഇതിനു മുൻപേയും ഒരുപാട് ആടുകളെ തിന്നിട്ടുണ്ട്. നിനക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല. കാരണം ഞാൻ നിന്നെക്കാളും ശക്തിയാണ്. നീ ദുർബലയായ ആടാ. നീ എങ്ങനെ എന്നേക്കാൾ ശക്തനായി മാറും? നമ്മളിൽ ആരാണ് ശക്തരെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിലൊരു ബുദ്ധിയുണ്ട്. അതെയോ? അതേതാ ആ ബുദ്ധി? അവിടെ ഔഷധങ്ങളുടെ ചെടി കണ്ടില്ലേ? ആ, നമ്മളിൽ ആരാണോ അവിടെ പോയി ഔഷധം ആദ്യം കൊണ്ടുവരുന്നത് അവരാണ് വിജയി. ജയിക്കുന്നത് ഞാനാണെങ്കിലോ? നിനക്കെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാനാണ് ജയിക്കുന്നതെങ്കിലോ? നോക്ക്, എനിക്ക് ശക്തി പരീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പറ, നീ എന്നെ കണ്ട് പേടിച്ചു പോയല്ലേ? ഇത് കേട്ടപ്പോൾ പരുന്തിന് ദേഷ്യം വന്നു. അവൻ ആ മത്സരത്തിനും തയ്യാറായി. ശരി, ഞാൻ മത്സരത്തിന് തയ്യാറാണ്. 1, 2, 3. 3 എന്ന് പറഞ്ഞതും പരുന്ത് വേഗത്തിൽ പറക്കാൻ തുടങ്ങി. ആടും പതുക്കെ നടന്നുപോയി താഴെ വീണു. ആ! പരുന്ത് തിരിഞ്ഞ് ആടിനെയും നോക്കി. എന്നോട് നീ റേസിന് വരുന്നോ, കള്ള ആട്ടുംകുട്ടിയെ? പരുന്ത് വേഗത്തിൽ പറന്ന് ഔഷധ ചെടിയുടെ അടുത്തേക്ക് പോയി. ആ ഔഷധ ചെടിയെടുത്ത് തിരിച്ച് ആടിന്റെ അടുത്തേക്കും വന്നു. ഇതാ കിടക്കുന്നു നിന്റെ ഔഷധ ചെടി. ഞാനല്ലേ ഈ റേസിൽ ജയിച്ചത്. മത്സരം അവസാനിച്ചിട്ടില്ല പരുന്തേ. എന്താ? കാരണം നീ കൊണ്ടുവന്നത് ഔഷധ ചെടിയൊന്നുമല്ല. യഥാർത്ഥ ഔഷധത്തിന്റെ ഇല ചുമപ്പാണ്. ശരി, ഞാനിപ്പോൾ ചുമന്ന ചില്ല എടുത്തുകൊണ്ട് വരാം. പരുന്ത് യഥാർത്ഥ ഔഷധ ചെടി അവിടെ ഇട്ട് അടുത്തത് എടുക്കാനായി പോയി. പിന്നെ ബുദ്ധിശാലിയായ ആട് ഔഷധമെടുത്ത് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പരുന്ത് ചുമന്ന ഇലയുള്ള ചെടിയുമായി വന്നു. എടി ആടെ, നീ എവിടെ പോയി? എന്നെ മണ്ടനാക്കിയിട്ട് അവൾ പോയെന്നാണ് തോന്നുന്നത്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ആട് തന്റെ ബുദ്ധി ഉപയോഗിച്ച് ഔഷധവുമായി കരടിയുടെ അടുത്തേക്ക് വന്നു. കരടിയും അവൾക്ക് മരുന്നുണ്ടാക്കി കൊടുത്തു. ഇതാ ചമേലി, 10 ദിവസത്തെ മരുന്ന്. ഹാവൂ, ഇനി 10 ദിവസത്തേക്ക് മരുന്നിന്റെ ടെൻഷൻ വേണ്ട. ആട് വിചാരിച്ചു 10 ദിവസത്തേക്കിന് ആ മരുന്ന് അവന് കൊടുക്കാമെന്ന്. ചമേലി, ഈ മരുന്ന് തീർന്നു പോയല്ലോ. ഇനി എന്ത് ചെയ്യും? ഞാൻ ഒരിക്കൽ കൂടി ഔഷധമെടുക്കാൻ പോകാം. ബുദ്ധിശാലിയായ ചമേലി വീണ്ടും ആ ക്രൂരന്മാരുടെ അടുത്തേക്ക് പോയി. എന്നാൽ അന്നവിടെ ഒരു മൃഗങ്ങളെയും കാണാൻ സാധിച്ചില്ല. ആഹാ, ഇന്നിവിടെ ആരുമില്ലല്ലോ. എല്ലാ മൃഗങ്ങളും പുറത്തു പോയെന്നാ തോന്നുന്നത്. പോകാം, വേഗം ഔഷധ ചെടി എടുക്കാം. ചമേലി വേഗത്തിൽ ഔഷധ ചെടികൾ പറിച്ചിടാൻ തുടങ്ങി. ആരെങ്കിലും ഇവിടെ വരുന്നതിന് മുൻപ് എനിക്ക് ഇവിടെ നിന്നും പോകണം. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അടുത്ത സിംഹത്തിനെ കണ്ട് ആട് പേടിച്ചു പോയി. എന്റെ ദൈവമേ, ഇത് എവിടെ നിന്നാണ് വന്നത്? ആടേ, ഒരുപാട് ദിവസമായി ഞാൻ വിശപ്പിലാണ്. ഇന്ന് നിന്നെ തിന്ന് എന്റെ വിശപ്പ് ഞാൻ അകറ്റും. ഒരിക്കൽ കൂടി തന്റെ മരണം മുൻപിൽ കണ്ട് ആട് തന്റെ ബുദ്ധി ഒന്നും കൂടി ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു. സിംഹച്ചേട്ടാ, എനിക്കറിയാം ഞാൻ രക്ഷപ്പെടില്ല എന്ന്. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്. പറ, നിന്റെ ആഗ്രഹം എന്താ? രാജാവേ, നിങ്ങൾക്കറിയാമല്ലോ മരിക്കുന്ന ഒരാളുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന്. ആ, എനിക്ക് അറിയാം. താങ്കൾ എന്റെ അവസാന ആഗ്രഹം സാധിച്ചു തരാമോ? ആ, പറയേ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്? എന്റെ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും അസുഖമാണ്. അവർക്ക് ഈ മരുന്ന് കൊടുത്തേ പറ്റൂ. അവർക്ക് ഈ ഔഷധച്ചെടി കിട്ടിയില്ലെങ്കിൽ എല്ലാവരും മരിച്ചു പോകും. താങ്കൾ ഈ ഔഷധം വേഗം എന്റെ കൂട്ടുകാരെ ഏൽപ്പിക്കൂ. എന്നിട്ട് നിങ്ങൾ എന്നെ തിന്നോളൂ. ഇതിന്റെ കാട്ടിൽ ഒരുപാട് മൃഗങ്ങൾ കാണും. ഇവൾ ഔഷധച്ചെടി കൊടുക്കുന്ന സമയം ഞാനും കൂടെ പോയാൽ എനിക്ക് ഒരുപാട് മൃഗങ്ങളെ തിന്നാൻ വേണ്ടി കിട്ടും. എന്താ ചിന്തിക്കുന്നത് രാജാവേ?
എനിക്ക് നിന്റെ ആഗ്രഹം ഇഷ്ടമായി. ഓ, എവിടാ നിന്റെ കാട്? ബുദ്ധിശാലിയായ ചമേലി സിംഹത്തിനെയും കൊണ്ട് ക്രൂരനായ ചെന്നായിയുടെ അടുത്തേക്ക് പോയി. രാജാവേ, അവിടെ ഒരു ഗുഹ കാണുന്നില്ലേ? അവിടെയാ എന്റെ കൂട്ടുകാരെല്ലാം. താങ്കൾ ഇവിടെ നിൽക്കൂ, ഞാൻ വേഗം ഈ ഔഷധം കൊടുത്തിട്ട് വരാം. ശരി, പക്ഷേ വേഗം തിരിച്ചു വരണം. ആട് വേഗം ഗുഹയ്ക്കകത്തേക്ക് പോയി. അവിടെ ഒരുപാട് ക്രൂരന്മാരായ ചെന്നായ ഉണ്ട്. ആടിനെ കണ്ട് ചെന്നായകൾ ചിന്തിക്കാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാൻ ഞങ്ങളിൽ നിന്നും ആൾക്കാർ അകന്നാണ് പോകുന്നത്. നീ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നോ? നിനക്കെന്താ, നിന്റെ ജീവൻ ഇഷ്ടമല്ലേ? മരണത്തെ തന്റെ മുൻപിൽ കണ്ട് ആടിന് ഒരിക്കൽ കൂടി തന്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടതായി വന്നു. രാജാവേ, എന്റെ ജീവനേക്കാൾ എനിക്ക് താങ്കളുടെ ജീവനാണ് വലുത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ജീവനും പിടിച്ച് ഇവിടേക്ക് വന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. രാജാവേ, വെളിയിൽ ഷേർസിംഗ് നിൽപ്പുണ്ട്. അയാൾ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. എന്താ, അവൻ ഇത്രയും ധൈര്യമോ ഞങ്ങളുടെ ഗുഹയിലേക്ക് വരാൻ? രാജാവേ, നിങ്ങൾ എത്ര ശക്തന്മാരാണെന്ന് അയാൾക്കറിയില്ല. നിങ്ങളൊക്കെ വെറും ആടുകളാണെന്നാ കരുതുന്നത്. എന്താ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയി ചോദിക്കുക എന്തിനാ ഇവിടേക്ക് വന്നതെന്ന്. ശരി, നീ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ ഇപ്പോൾ തന്നെ അവനോട് ചോദിച്ചിട്ട് വരാം. എല്ലാ ചെന്നായ്ക്കളും അവിടേക്ക് പോയി. ഷേർസിംഗ്, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞാൻ ഒരു ആടിനെ കൊന്നു തിന്നാൻ വേണ്ടിയാണ് വന്നത്. നിനക്ക് അറിയാമോ ഇത് ആരുടെ ഗുഹയാണെന്ന്? ആ, അറിയാമല്ലോ. ഈ ഗുഹ കുറെ ആടുകളുടേതാണ്. ഇത് കേട്ട് ചെന്നായൾക്ക് ദേഷ്യം വന്നു. ഇവൻ നമ്മളെ ആടെന്ന് പറയുന്നു. ഇവനെ അറിയിച്ചു കൊടുക്കാം നമ്മൾ ആരാണെന്ന്. എല്ലാ ചെന്നായ്ക്കളും ഷേർസിംഗിന് നേരെ ചാടി വീണു. എല്ലാ ചെന്നായ്ക്കളും ചേർന്ന് ഷേർസിംഗിനെ കൊലപ്പെടുത്തി. മറുവശത്ത് ചമേലി തന്റെ ബുദ്ധി ഉപയോഗിച്ച് ഔഷധവുമായി കരടിയുടെ അടുത്തേക്ക് വന്നു. ഇതാ കരടി ചേട്ടാ, ഔഷധച്ചെടി. ഇനി ഈ ഔഷധം കൊണ്ട് ഒരു പ്രയോജനവുമില്ല ചമേലി. എന്താ, എന്ത് പറ്റി എന്റെ ബോലയ്ക്ക്? നിന്റെ ബോലയ്ക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഔഷധച്ചെടിയുടെ ആവശ്യം ഇനി ഇല്ലെന്ന്. എന്തുകൊണ്ടെന്നാൽ നിന്റെ ബോലയ്ക്ക് ഇപ്പോൾ ഭേദമായി. അതുകൊണ്ട് ഇനി ഔഷധച്ചെടിയുടെ ആവശ്യമില്ല. ഇത് കേട്ടപ്പോൾ ചമേലിക്ക് സന്തോഷമായി. അവളുടെ കണ്ണിൽ സന്തോഷം തെളിഞ്ഞു വന്നു. കരടിച്ചേട്ടാ, നിങ്ങൾക്ക് എന്തറിയാം ഞാൻ ആ ക്രൂരന്മാരായ മൃഗങ്ങളിൽ നിന്നും ഈ ഔഷധം എങ്ങനെ എത്തിച്ചതെന്ന്? എനിക്കറിയാം ചമേലി, നീ ജീവൻ പണയം വെച്ചാണ് ഇത് കൊണ്ടുവന്നതെന്ന്. ഇവളുടെ ബുദ്ധിയെക്കുറിച്ച് എല്ലാവരെക്കാൾ കൂടുതൽ എനിക്കറിയാം. ഇവളുടെ ശക്തിയായി ബുദ്ധിയും ധൈര്യവുമാണ് ഉപയോഗിക്കുന്നത്. ആ, അതുകൊണ്ട് ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും ഇവളെ ബുദ്ധിശാലിയായ ചമേലി എന്ന് വിളിക്കാം. എനിക്ക് നിന്റെ ബുദ്ധിയിൽ അഭിമാനമുണ്ട് ചമേലി. പിന്നെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ചമേലിയുടെ ബുദ്ധിയെപ്പറ്റി കേട്ടറിഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. പിന്നെ എല്ലാവരും ചേർന്ന് ചമേലിയെ ആ കാടിന്റെ മന്ത്രിയുമാക്കി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.